അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാക്കേജ് എത്തിയിട്ടുള്ളത് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ബബിൾ കവറൊന്നുമില്ല, ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട്. ഇതെന്തോ ഇത് അകത്ത് കീറിയൊക്കെ ഇരിക്കുന്നു. പിന്നെ ബില്ലും കിടപ്പുണ്ട്. പുറത്ത് കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പൊടിപടലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറയിൽ. സൈഡിലായിട്ട് അതിൻ്റെ ബാർകോഡ് കാര്യങ്ങൾ, ബാക്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, പിന്നെ സൈഡിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പൊടിയൊക്കെ ഉണ്ട്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. സെലോ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ? യൂസ്ഡ് ഐറ്റം ആയിരിക്കുമോ? ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോള് മറയ്ക്കാനായിട്ടാണ് അവർ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചത്. എന്തായാലും വലിച്ച് കീറി പൊട്ടിച്ച് നോക്കാം. ഫൈബറിൻ്റെയൊക്കെ പൊടിയുണ്ട് കേട്ടോ അകത്ത്. യൂസ്ഡ് ഐറ്റം ആണ് എന്നെനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ട് അല്ലാന്ന് തോന്നുന്നു. ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. ക്യാമറയുടെ കേസ് മാറ്റി ഒരു വാട്ടർ പ്രൂഫ് കേസിനുള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആക്സസറീസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. മൗണ്ടുകളാണ് ഫുള്ള്. ആക്സസറി ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കുറേ മൗണ്ട്, പിന്നെ ഒരു ടൈപ്പ് സി USB കേബിളുണ്ട്, പിന്നെ ലെൻസ് പ്രൊട്ടക്ടറുണ്ട്, ഹാൻഡിൽ മൗണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് ക്ലിപ്സ്, വീണ്ടും ലെങ്ത് കുറഞ്ഞതും കൂടിയതായ ക്ലിപ്പ്, ട്രൈപോഡിൽ വയ്ക്കാനുള്ളത്, പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മൗണ്ട്, 3mm ടേപ്പ്, പിന്നെ ഒരു ടച്ച് സ്ക്രീൻ. ഈ വെള്ളത്തിൽ മഴയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്ത്, സ്റ്റിക്കേഴ്സ്, പിന്നെ യൂസർ മാനുവൽ, പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു യൂസർ മാനുവൽ. ഇതെല്ലാം കൂടി വാരിക്കൂട്ടിൻ്റെ അകത്തിടാം. ക്യാമറ ഹൗസിങ്ങിൽ തന്നെയാണ് ഇരിപ്പ്. ഇങ്ങനെ നമുക്ക് ഇളക്കി നോക്കാം. അടക്കാനായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യുക, ക്യാമറ പുറത്തെടുക്കാം. നമ്മൾ നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കയ്യിലെടുക്കുമ്പോൾ ഒരു ഫീലുണ്ട്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. സൈഡിലായിട്ട് പവർ ബട്ടണുണ്ട്, പിന്നെ ഫ്രണ്ടിലൊരു സ്ക്രീനുണ്ട്, ഒരു മൈക്കുണ്ട്, 2 നോട്ടിഫിക്കേഷൻ ലൈറ്റ്സ് ഉണ്ട്, മുകളിലൊരു ഷട്ടർ ബട്ടണും പിന്നെ സ്പീക്കർ ഗ്രില്ലും ഉണ്ട്. ഇത്രയൊക്കെയാണ് ക്യാമറയിലുള്ളത്. കേസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. കയ്യിലെടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും എന്തുമാത്രം അത് സ്ട്രോങ് ആണെന്നുള്ളത്. സ്ക്രാച്ചസ് ഒന്നും കണ്ടില്ല. അപ്പോൾ എന്തായാലും യൂസ്ഡ് ഐറ്റം അല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടച്ച് സ്ക്രീൻ. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഡൈവിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ടച്ച് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണ് അത്. അതിന് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതിലൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ടർ അല്ല, അത് ജസ്റ്റ് ഒരു കവേഷൻ സ്റ്റിക്കറാണ്. കേസൊക്കെ നല്ല സ്ട്രോങ് ആണ്. ബട്ടൺസും കാര്യങ്ങളും എല്ലാം നല്ല സ്ട്രോങ് ആണ്. ഫ്രണ്ടിൽ ഒരു ചെറിയ സ്റ്റിക്കറുണ്ട്, അതൊക്കെ എടുത്ത് കളയാം. എനിക്ക് തോന്നുന്നു ആ ലെൻസിൻ്റെ അവിടെ വരുന്ന ഇത് ഗ്ലാസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാര്യം രണ്ടിൻ്റെയും വിസിബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ ഇടുന്ന പിന്നെ ഇടാം. ക്യാമറ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഷേക്കും ഇല്ല, നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. ഇതൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ലോക്ക് ചെയ്യാനുള്ളത്. കൊള്ളാം, നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ക്രാച്ച് ആകത്തില്ല.
എവിടെയും സ്ക്രീൻ പ്രൊട്ടക്ടർ പോലത്തെ സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് റിവ്യൂസ് ഇനിയുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള കണ്ടീഷൻസിലും ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഈ ക്യാമറയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇതിൻ്റെ പ്രോസും കോൺസും എല്ലാം ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തി വയ്ക്കുന്നതായിരിക്കും. മൗണ്ടൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഹെവി ഡ്യൂട്ടി പ്ലാസ്റ്റിക് പോലെയുണ്ട്. ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും കണ്ടാൽ ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ബലമുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ അൺബോക്സിങ്. യൂട്യൂബിൽ ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് ഉള്ളത് കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള SJCAM വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.